ഹായ് ഡിയേഴ്സ്. അപ്പോൾ SLC എക്സാമിനേഷൻ മൺഡേ തിങ്കളാഴ്ച തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇത് എഴുതാൻ പോകുന്ന എല്ലാ മക്കളോടും കുറച്ച് കാര്യങ്ങൾ ഉണർത്താനുണ്ട്, പറയാനുണ്ട്. അപ്പം മിസ്സേ നമുക്ക് തുടങ്ങാം, എന്തെങ്കിലും ഇൻഫോം ചെയ്യാനുള്ളതെന്ന്. അതെ, അപ്പൊ ആദ്യം എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എക്സാമിന് പോകുന്നതിന്റെ തലേ ദിവസം നിങ്ങൾ എല്ലാ കാര്യങ്ങളും എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം. അപ്പൊ എടുത്ത് റെഡിയാക്കി വെക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻസില്, അതേപോലെ തന്നെ പെന്ന്, ബുക്ക്, ഇങ്ങനെയുള്ള ബുക്ക് വേണ്ടല്ലോ, ബുക്ക് വേണ്ടി വരും, അവര് പഠിക്കണം. പിന്നെ അതിനേക്കാൾ അപ്പുറത്ത് ഏറ്റവും ആദ്യം എല്ലാവരും മറക്കുന്ന സാധനമാണ് ഹാൾ ടിക്കറ്റ്. അത് ആദ്യം തന്നെ എടുത്തങ്ങ് വെക്കാം. അത് എല്ലാ ദിവസവും കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ വേറൊരു കാര്യം, നിങ്ങൾ പെന്നൊക്കെ എടുക്കുന്ന സമയത്ത് ചിലർ പൊതുവെ പുതിയ പെന്ന് വാങ്ങി അങ്ങനെ എടുത്ത് പൗച്ചിലിടും. അപ്പൊ അത് തെളിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. ഒരേ ഇങ്കിലുള്ള പെന്നും ഉപയോഗിക്കാം. ഒരേ സെയിം ഇങ്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ബ്ലാക്ക് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് കൊണ്ട് തന്നെ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ബ്ലൂ ആയിട്ട് എന്ത് ചെയ്യരുത്, മാറ്റരുത്. പിന്നെ ഒരു കാര്യം പറയുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അന്ന് എക്സാമിന്റെ തലേ ദിവസം രാത്രി കുത്തിയിരുന്ന് പുലർച്ചെ വരെ പഠിക്കാൻ നിൽക്കരുത്. മാക്സിമം ഒരു 10 മണി 11 10:30 അതുവരെ പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നന്നായിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് 2 പേരോട് എനിക്ക് പറയണം. ഒന്ന് നോമ്പുള്ളവരുണ്ടാവും, നോമ്പില്ലാത്തവരുണ്ടാവും. ഈ നോമ്പുള്ളവരാണ് മിസ് അവർ എന്ത് ചെയ്യേണ്ടി വരും, മസ്റ്റ് ആയിട്ട് അത്താഴം കൃത്യസമയം കഴിച്ച് എല്ലാം വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. തീരെ പാടില്ല. ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഉറപ്പായിട്ടും കഴിക്കണം. കാരണം നിങ്ങൾ ആ ഹോൾ ഡേ ഇരിക്കാനുള്ളതാണ്, എക്സാം എഴുതാനുള്ളതാണ്, നിങ്ങളുടെ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യാനുള്ളതാണ്. അതേപോലെ തന്നെ ഇനി നോമ്പ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങളും ഭക്ഷണം കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യരുത്, അത്രേ പറയാനുള്ളൂ. ഓക്കെ, യെസ്. ഇനി നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് രാവിലെ റിവിഷനും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ ശേഷം എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, സ്കൂൾ ബസ്സിന് പോകുന്നവരൊക്കെ കറക്റ്റ് ടൈമിന് എത്താം. അല്ലാത്തവരൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എക്സാം തുടങ്ങുന്ന 9:30 മണിക്കാണ്. അപ്പം അതിനൊരു 7:45 എത്തിയാൽ മതിയാവില്ലേ? 7:45 വൈകി പോവില്ലേ? 7:10 വിചാരിക്കുന്നു. അതെ, അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ഒരു 9 മണിയാകുമ്പോഴേക്കും സ്കൂളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് വേണം പോകാനായിട്ട്. അതായത് ഫസ്റ്റ് ബെല്ല് അടിക്കുമ്പോഴേക്കും നിങ്ങൾ റൂമിൽ എത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ നിങ്ങളുടെ നോട്ടീസ് ബോർഡിൽ നിങ്ങളുടെ ഈ പറയുന്ന രജിസ്റ്റർ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഏത് റൂമാണെന്നൊക്കെ. അപ്പൊ ഈ 9:30 എക്സാമിന് 9:20 എത്തി നോട്ടീസ് ബോർഡിൽ നോക്കി ഓടി ചെന്നൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, മുഷിഞ്ഞ് എന്ത് പോറായിരിക്കും. അതുകൊണ്ട് നേരത്തെ എത്തിയിട്ട് എല്ലാം സെറ്റ് ആക്കുക എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഓക്കെ, ഇനി എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ബാക്കിയുള്ളവർ എക്സാം ഹാളിൽ എത്തിയിട്ടുണ്ടോ, ഫ്രണ്ട്സ് ഒക്കെ എത്തിയിട്ടുണ്ടോ, ഏതൊക്കെ ടീച്ചർ, അതൊന്നും നമ്മളെ മാറ്റർ അല്ല. നമ്മൾ എന്തിനാ പോയത്, എക്സാം എഴുതാനാ പോയത്. അപ്പൊ എക്സാം ഹാളിലേക്ക് കയറിയിട്ട് നമ്മുടെ സീറ്റ് എവിടെ, അത് ബെഞ്ചുമേൽ എഴുതിയിട്ടുണ്ടാവും, അവിടെ ഇരിക്കാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എക്സാം ഹാളിലേക്ക് പുസ്തകം കൊണ്ടുപോകാൻ പറ്റൂല, ഡീറ്റെയിൽ വാച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, മൊബൈൽ ഫോൺ പറ്റില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും പറ്റില്ല. നമുക്ക് ആകെ പറ്റുന്നത് പെന്ന്, പെൻസിൽ, നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സും നമ്മുടെ ആ ഒരു റൈറ്റിംഗ് ബോർഡും. എല്ലാ റൈറ്റിംഗ് ബോർഡും പറ്റി വെച്ചാൽ പറ്റില്ല. നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള റൈറ്റിംഗ് പാഡേ പറ്റത്തുള്ളൂ. അതിൽ കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള പഴയ റൈറ്റിംഗ് പാഡുകളാണെങ്കിൽ അതൊന്നും മാറ്റി നിങ്ങൾ നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ള റൈറ്റിംഗ് ബോർഡ് കൊണ്ടുപോകും. അത് ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? എഴുതിയിട്ട് റൈറ്റിംഗ് പാഡൊന്നും പറ്റില്ല, അതൊക്കെ ചെക്ക് ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അങ്ങനെയൊന്നും ഒരിക്കലും. പിന്നെ ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടക്കുന്ന വിചാരിച്ച് പോകണ്ട. പബ്ലിക് എക്സാം ആണ്, അത്രയും സ്ട്രിക്റ്റ്, അവസാന നിമിഷം വെച്ചിട്ട് കുളമാക്കണ്ട. ഓക്കെ, അതൊരിക്കലും പ്രൊമോട്ട് ചെയ്യാനും പാടില്ല, സപ്പോർട്ട് ചെയ്യാനും പാടില്ല. പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ വെള്ളം കുടിക്കുന്നവരാണെച്ചാൽ വെള്ളം കൊണ്ടുപോകാം. ഓക്കെ, ഫാസ്റ്റ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം, അതും എനിക്ക് തോന്നുന്നു ഇങ്ങനെ എഴുതിയിട്ടുള്ള ബോട്ടിൽസ് കൊണ്ടുപോകാൻ പറ്റില്ല. പ്ലെയിൻ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ബോട്ടിൽസ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അലോ ചെയ്യുന്നാലും ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഇൻവിജിലേറ്റർ വരും, എക്സാമിനർ. അങ്ങേര് സംസാരിക്കുന്ന സമയത്ത് ആ ക്ലാസ് റൂമിന്റെ ഭംഗി ആസ്വദിക്കാൻ നിൽക്കണ്ട. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, ടീച്ചർ എന്തെല്ലാം കാര്യം പറയുന്ന ആ കാര്യങ്ങൾ പക്ക എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും അതിൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ചിലപ്പോൾ മിസ് എങ്ങനെയൊക്കെ പറയില്ലേ, നിങ്ങള് നമ്മുടെ ഈ നമ്പർ, രജിസ്റ്റർ നമ്പർ എഴുതുന്ന കാര്യം എഴുതുമ്പോ പൊതുവെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഇത് എങ്ങനെയാണ് എഴുതുക. അപ്പൊ എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എഴുതുക. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനും ഇതാക്കാനും നിൽക്കരുത്. അവിടെയുള്ള ഇൻവിജിലേറ്ററോട് ചോദിച്ച് സംശയം എന്താണെന്നുള്ളത് ചോദിച്ചിട്ട് എഴുതുക കൃത്യമായിട്ട്. ഈവൻ അത് നൂല് കെട്ടുന്നവരെ അവർ പറഞ്ഞുതരും. ഈവൻ അഡീഷണൽ ഷീറ്റ് മേടിച്ചില്ലെങ്കിൽ നൂല് നമ്മൾ കെട്ടണം എന്നാണ് നിയമം. പിന്നെ ബ്ലാങ്ക് സ്പേസ് നമ്മൾ എന്ത് ചെയ്യണം, വരച്ചിടണം, അതൊക്കെ പറയും. പിന്നെ എക്സാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പുറത്തുള്ളവരോട് ചോദിക്കേണ്ട, ടീച്ചറോട് ചോദിച്ചാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അത് ക്വസ്റ്റ്യനിലുള്ള സംശയമല്ല ചോദിക്കേണ്ടത്, എന്ത് ചെയ്യണം, എക്സാം എഴുതുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഓക്കെ, അതേപോലെ തന്നെ സമയവുമായി ബന്ധപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ ഡിജിറ്റൽ വാച്ച് എന്തായാലും അലൗഡ് അല്ല. അപ്പൊ നിങ്ങൾ വാച്ച് ഇപ്പൊ നിങ്ങൾ എടുക്കാൻ മറന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻവിജിലേറ്ററോട് ചോദിക്കാം, സമയം എത്രയെന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൃത്യസമയം കഴിയുമ്പോൾ ഒരു ഇന്റർവെല്ലിൽ നിങ്ങൾക്ക് ബെല്ല് അടിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഇനി എത്ര ബാക്കി സമയമുണ്ട് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, സപ്പോസ്
നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നൊരു കാര്യമുണ്ട്. ഹാൾ ടിക്കറ്റ് എങ്ങാനും എടുക്കാൻ മറന്നു പോയി, നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലേ. ഹാൾ ടിക്കറ്റിലാണ് പരീക്ഷ എഴുതിക്കൂല, വരാതിരിക്കട്ടെ. പക്ഷെ ഞാൻ അങ്ങനെ വന്നാൽ നേരെ നിങ്ങൾ പോകേണ്ടത് എവിടേക്കാന്ന് അറിയാം? വീട്ടിലേക്കല്ല. നിങ്ങൾ പിന്നെ വീട്ടിലേക്ക് ഓടി അത് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു വീട്ടിൽ നിന്ന് അതിനൊന്നും പോകണ്ട. നിങ്ങൾ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്നുള്ള നിങ്ങളെല്ലാ ഡാറ്റ എവിടെ ഉണ്ടായിരിക്കും? ഓഫീസ് റൂമിലുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ നേരെ സ്കൂൾ ഓഫീസ് റൂമിലേക്ക് ചെന്നാൽ അവിടെ നിങ്ങളെ എന്താ പറയുക, ഒരു എക്സാമിനേഷൻ ഇൻചാർജ്, നിങ്ങളെ സ്കൂളിൽ ഒരു ഇൻചാർജ് ഉണ്ടാവും, നിങ്ങളുടെ HM ഉണ്ടായിരിക്കും അവിടെ. ഓക്കെ, അല്ലെങ്കിൽ ഡെപ്യൂട്ടി HM, ആരെങ്കിലും അതോറിറ്റി ഉണ്ടാവും. അവരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾ ചിലപ്പോൾ 2 ചീത്തയൊക്കെ കേൾക്കും. എന്ത് കേട്ടാലും തന്നെ ശരി, ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടാൽ മാത്രം മതി. അല്ലാതെ എന്ത് ചെയ്യേണ്ട, വീട്ടിലേക്ക് വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട. അതിനും സൊല്യൂഷൻസ് ഉണ്ട്. മാക്സിമം ഈ ചീത്ത കേട്ട് നമ്മുടെ ആ ഒരു ദിവസം കളയാതിരിക്കാൻ വേണ്ടി ഹോൾ ടിക്കറ്റും കൊണ്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. മനസ്സിലാക്കേണ്ട കാര്യം, ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറക്കരുത് എന്നുള്ളതാണ്. ഇനി എങ്ങാനും നിർഭാഗ്യവശാൽ മറന്നാൽ ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ പേരൻസ് ആയാലും ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നല്ല ഭക്ഷണം കഴിക്കുന്നവര് രാവിലെ തന്നെ ഈ ഫാസ്റ്റിംഗ് ഉള്ളവരൊക്കെ അത്താഴത്തിനൊക്കെ എണീച്ച് ഈ ചിക്കനും ബർഗറും ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവസാനമുള്ളത് പണിയാണ്, വയറൊക്കെ കംപ്ലൈന്റ് ആയി പിന്നെ അത് മതി. പിന്നെ എപ്പോഴും ഒരു വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക ഈ ഒരു എക്സാം ഡേയ്സിൽ. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് കഴിച്ചാലും നോ പ്രോബ്ലം. പിന്നെ അതിൽ ഒരു കാര്യം കൂടി പറയാം, എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ തന്നെ ചുറ്റിപ്പറ്റി ഒന്ന് ചുറ്റി മരം ചുറ്റി അവിടെ പോയി സമയം കളയണ്ട. എക്സാം കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോവാം. കാരണം നമുക്ക് ഇനിയും പരീക്ഷകളുണ്ട് അല്ലെ. അപ്പൊ ആ പരീക്ഷയ്ക്കൊക്കെ പഠിക്കാൻ നമുക്ക് സമയമൊക്കെ വളരെ കുറവേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്കൂളിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാതെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വേഗം പോകാനായിട്ട് ശ്രദ്ധിക്കാം. കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത ശേഷം നാളത്തെ നാളെ അടുത്ത എക്സാം ഏതാണോ അത് എടുത്താൽ നോക്കാം. രാത്രി 7 മണിയാകുമ്പോൾ നമ്മുടെ റേസിന്റെ ലൈവ് വന്ന് കാണാം. ഓക്കെ, അതന്നെ മതി. അത് കണ്ട് പിന്നെ ഒന്ന് റിവിഷൻ ചെയ്ത് പിറ്റേ ദിവസം റിവിഷൻ ചെയ്ത് അതിന് അടുത്ത ദിവസം നമുക്ക് പോയി എക്സാം എഴുതാനുള്ളതാണ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെസ്റ്റ് എടുക്കാൻ സമയമില്ല, നല്ല പ്ലാനോട് കൂടി മുന്നോട്ട് പോകാം. എനിവേ നല്ലൊരു ഓൾ ദി ബെസ്റ്റ് വരെ നമുക്ക് അങ്ങ് പോകാം. ഓക്കെ, എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.